എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഐഡ മേരി തോമസ്. ഞാൻ പത്തനാപുരത്തിനടുത്ത് പറങ്കിമാമുകൾ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദീർഘനാളുകളായി ഞാൻ പ്രവാസ ജീവിതത്തിലായിരുന്നു. ബേസിക്കലി ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. ഇപ്പോൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പത്തനാപുരത്ത്. ഞാനിപ്പം മർത്തോമ സഭയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നേഴ്സിംഗ് പഠനത്തിന് ശേഷം ജോലി അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് സൗദിയിലേക്ക് പോകുവാനുള്ള ഒരു ചാൻസ് ദൈവം എനിക്ക് തന്നു. മുൻകാലങ്ങളിൽ ഞാൻ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കുന്നു എന്നായിരുന്നു എൻ്റെ ഒരു തോന്നൽ. എന്നാൽ സൗദിയിൽ ചെന്നതിന് ശേഷം ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും എല്ലാവരെയും പോലെ നമ്മളും ദൈവത്തെ വിളിക്കും. ആവശ്യങ്ങൾ വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുക. എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതിലൊക്കെ ഉപരി ദൈവവചനത്തിലാണ് യഥാർത്ഥ വിശ്വാസം. ദൈവത്തെ അറിയണമെങ്കിൽ വചനത്തെ നമ്മൾ കൂടുതലായി അറിയണം. ദൈവത്തിന് സംസാരിക്കാനുള്ളത് വചനം മുഖേന നമുക്ക് അയച്ചു തരുന്നുണ്ട് ദൈവം. എന്നാൽ അതും മനസ്സിലാക്കുക, നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നവരെ പോലെയായിരുന്നു ഞാനും. എന്നാൽ ഞാൻ വിചാരിച്ചു, ഈ പ്രവാസ ജീവിതത്തിൽ പെട്ടെന്ന് ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയാൽ, അല്ലല്ലെങ്കിൽ ദൈവം ഇപ്പോൾ ഈ ലോകത്തേക്ക് വന്നാൽ, ഈ ലോകം അവസാനിക്കുകയാണെങ്കിൽ ഇതിന് ശേഷം എനിക്കൊരു ജീവിതം ഉണ്ടാകുമോ, അല്ലെങ്കിൽ എനിക്കൊരു നിത്യതയുണ്ടോ? അതല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുകയാണോ എന്നൊക്കെ സംശയങ്ങളുണ്ട്. പലർക്കും ഈ സംശയങ്ങളുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു തെളിവ് തേടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തേടി നമ്മളാരും യാത്ര ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഒരുപാട് ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. എല്ലാവരെയും പോലെ ഞാനും ദൈവത്തിനോട് ആവശ്യങ്ങൾ മാത്രം ചോദിച്ച് മേടിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് സൗദിയിൽ പോകണം, അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വിദേശത്ത് പോകണം, നേഴ്സാവണം, എനിക്ക് പഠിക്കുവാനുള്ള ബുദ്ധി, ജോലി ചെയ്യാനുള്ള ആരോഗ്യം, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാനും അങ്ങനെയും പ്രാർത്ഥിക്കുവാണല്ലോ. എന്നാൽ ഇതിനു വേണ്ടിയിട്ടാണോ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാത്രമാണോ? ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നതിന്. ആ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വചനം വായിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വചനം വായിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എനിക്ക് ദൈവം തന്നു. എന്നെ ഈ കേൾക്കുന്ന ദൈവമക്കളായ നിങ്ങളോട് എനിക്കും പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ ദൈവത്തെ ആശ്രയിക്കണം, ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം. എന്നാൽ നമ്മുടെ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്. നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയാണ് എന്ന് നാം നന്നായി വിവേചിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിനായി ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടും. അതിന് നമ്മൾ വചനം ശ്രദ്ധയോടെ വായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ദൈവവചനത്തിലുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിനിടയ്ക്ക് ഒരുപാട് ചെറുതും വലുതുമായ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്കിപ്പം ദൈവമക്കളോട് പറയാനായിട്ട് എനിക്കിപ്പം ഏറ്റവും അടുത്ത് പറയാനുള്ളത്, എനിക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരാൻ വളരെയധികം താമസിച്ചു. അപ്പം ഞാൻ എല്ലാവരെയും പോലെ തന്നെ ദൈവത്തെ പഴിക്കുന്ന ആ ഒരു അനുഭവത്തിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ, എന്നാൽ ദൈവം തക്ക സമയത്ത് ദൈവം എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളെ തന്ന് സഹായിച്ചു. അപ്പോൾ എനിക്ക് അതിലുപരി ഞാനിത് ഈ നന്മയൊക്കെ എന്താണ്, ഈ നന്മയിലൊക്കെ എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് എനിക്ക് ജീവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളാണ്. വിവാഹ ജീവിതം, മക്കൾ, ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത്, ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഭൗതിക നന്മകളും എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിച്ചു. അതിൻ്റെ കൂടെ തന്നെ ആത്മീയ നന്മകൾ, അല്ലെങ്കിൽ ആത്മീയമായ ഒരു ഉണർവ്, എനിക്കും സുവിശേഷം പറയണം, എല്ലാവരെയും ദൈവത്തിലേക്ക് ആകർഷിപ്പിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ മുന്നേ ഈ ഒരു ചിന്ത ഇല്ലായിരുന്നു, ആ ഒരു കഴിവില്ലായിരുന്നു. എന്നാൽ പതിയെ ഞാൻ ദൈവവചനം ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞു. ദൈവം എന്താണ് സംസാരിക്കുന്നത്, ഓരോ വചനത്തിൽ നിന്നും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലായതിന് ശേഷം എനിക്കും ആ ഒരു വരം ദൈവം തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളോട് ഞാനിത് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ
ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കണം. ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്, ലോകത്തിൽ എല്ലാത്തരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ഈ ലോകത്ത് നമുക്ക് ഒരുപാട് ഭൗതികമായ ആവശ്യങ്ങളുണ്ട്. എന്നാൽ അതിലുപരി ദൈവത്തെ നാം മുറുകെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ നാം മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നാം ഇതിന് കണക്ക് പറയേണ്ടി വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് മരണശേഷം അല്ലെങ്കിൽ യുഗാന്ത്യത്തിന് ശേഷം, അല്ലെങ്കിൽ ദൈവം ഈ നിമിഷം വരുവാണെങ്കിൽ നമുക്കൊരു നിത്യമായ ജീവനുണ്ട്, ഒരു നിത്യതയുണ്ട്. അവിടേക്ക് നാം പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം ഇങ്ങനെയൊന്നും പോയാൽ പോരാ. നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് പോളിഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, സൗദി അറേബ്യയിലായിരുന്നു ഞാൻ. സൗദി അറേബ്യയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ല, വളരെ നന്നേ കുറവാണ്. അവിടെ അവിടെ ഉണ്ടായിരിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും, രഹസ്യമായിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ. ചിലയിടങ്ങളിൽ ചെറിയ ചാപ്പൽ പോലെയൊക്കെ ആളുകൾ നടത്തുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഹോളുകൾ വീടുകളിൽ തന്നെ ക്രമീകരിക്കുന്നുണ്ട്. ചിലർ ഫാമുകളിൽ വളരെ രഹസ്യമായിട്ടുള്ള ആരാധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതൊന്നും പോകാനുള്ള യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. അഥവാ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് അവിടെ നിന്ന് നമുക്ക് പെർമിഷനൊക്കെ എടുത്ത് പുറത്ത് താമസമാക്കി പിന്നെ നമ്മൾ ഏതെങ്കിലും ചെറിയ ചെറിയ സഭകളുടെ അംഗങ്ങളാവുക, അങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതെല്ലാം ഒരു ബാലികേറ മലയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ കൂടെ പുറത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകൾ വന്നിട്ട് ചർച്ചിൽ പോയ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് അതിനൊന്നും പോകാനുള്ള സാഹചര്യം ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഹോസ്റ്റലിൽ ആദ്യകാലങ്ങളിൽ. പിന്നെ കുറേ നാൾ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടുപോയി. എങ്കിലും ആദ്യകാലങ്ങളിൽ ഞാൻ എൻ്റെ റൂമിൽ ഇരുന്ന് ബൈബിൾ എടുത്ത് വായിക്കുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ചോദ്യങ്ങൾ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അതിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ ആയിരുന്നാലും, ഏത് പ്രവാസത്തിലായിരുന്നാലും നമുക്ക് ദൈവത്തെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ആലയം അന്വേഷിച്ച് കിട്ടിയാൽ നല്ലതാണ്. എന്നാലും അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് ജീവനുള്ള ഒരു വചനം നമ്മുടെ കയ്യിലുണ്ട്. ജീവനുള്ള ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു വചനം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആരും അതോർത്ത് വിഷമിക്കേണ്ട. ഇനി ഏത് രാജ്യത്താണെങ്കിലും ശരി, ഏത് സ്ഥലത്താണെങ്കിലും ശരി, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ശരി, നമുക്ക് ജീവനുള്ള ഒരു വചനമുള്ള സ്ഥിതിക്ക് നമ്മൾ ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും, നമ്മുടെ ആരാധനകൾക്ക്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളോട് നേരിട്ട് ഇടപെടും ഈ ഒരു കാര്യത്തിൽ. അത് അനുഭവിച്ച് അറിഞ്ഞ ആളാണ് ഞാൻ. അപ്പം അത് ഈ ഒരു അനുഭവം ഉള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വചനം എങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും, നമുക്ക് എത്തിക്കാം എന്നതിനെ പറ്റിയാണ്. ഇപ്പം ഞാൻ പോയ സ്ഥലത്തെ പറ്റി ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ അത്രയും സ്ട്രിക്റ്റാണ് നമ്മുടെ ക്രിസ്ത്യൻസിനോടാണെങ്കിലും ഹിന്ദുസിനോടാണെങ്കിലും, ക്രിസ്ത്യൻസിനോട് എസ്പെഷ്യലി. അപ്പം ഒരു ക്രിസ്ത്യാനിയായ ഒരാൾക്ക് ബൈബിൾ ഇല്ലാതെ പോകാൻ പറ്റത്തില്ല, ഒരു ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ ആരോടും അനുവാദം പോലും ചോദിച്ചില്ല. ഞാൻ ആദ്യമായിട്ട് പോയപ്പം ബൈബിളുമായിട്ട് തന്നെ ഇവിടുന്ന് പോയി. എന്നാൽ അവിടെ ചെന്നപ്പോൾ എല്ലാം ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ബൈബിൾ അങ്ങനെ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തു പോയല്ലോ. അമ്മ പറഞ്ഞു, അവർ ചെക്ക് ചെയ്യും, അവിടെ ബൈബിളുകൾ കൂട്ടിയിട്ടേക്കുന്ന കാണാം, കൂട്ടിയിട്ട് കത്തിക്കുന്ന കാണാം എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം, ചോദിക്കുവാണെങ്കിൽ കൊടുക്കാം എന്നും പറഞ്ഞു. എന്നാൽ അവിടെ ചെന്നു എൻ്റെ ബാഗ് ആരും ചെക്ക് ചെയ്തില്ല. എന്നാൽ സ്കാനറിലൂടെ എല്ലാം ബാഗെല്ലാം പെട്ടികളെല്ലാം കയറ്റി വിട്ടു. പക്ഷേ എൻ്റെ ബൈബിൾ ആരും എടുക്കുകയോ കാണിക്കുകയോ ചെയ്തില്ല. ഞാൻ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആ വെക്കേഷൻ വരുമ്പോഴും ഞാൻ ബൈബിൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവസാനമായിട്ട് ഞാൻ വന്ന സമയത്തും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ വചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ദൈവം അവിടെല്ലാം അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നേ എനിക്ക് പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മുടെ മേലൊരു പദ്ധതിയുണ്ട്. ഈ കുട്ടി അല്ലെങ്കിൽ ഈ ആൾ ഇന്ന സ്ഥലം, ഈ രാജ്യം കടന്നു വരുമ്പോൾ എൻ്റെ വചനമായിട്ട് വരണം, അല്ലെങ്കിൽ എനിക്ക് അവർക്ക് ആ വചനത്തിൻ്റെ രൂപത്തിൽ എനിക്ക് ആ കുട്ടിക്കൊപ്പം ഉണ്ടായിരിക്കണം എന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കും അത് മാറ്റുവാൻ കഴിയുകയില്ല. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. പിന്നെ
അപ്പോൾ എനിക്ക് ഈ വചനം കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. പ്രവാസം എന്നാൽ ഒറ്റപ്പിടിയിൽ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു തോന്നൽ. ദൈവം ഇസ്രായേൽ മക്കളെ പ്രവാസികളാക്കിയിട്ടുണ്ട്. ഈജിപ്തിൽ അവർ പ്രവാസികളായിരുന്നു. അതിനുശേഷം ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും അവർ പ്രവാസത്തിലായിരുന്നു. നമ്മളെയും ദൈവം പ്രവാസത്തിലാണ് ആക്കിയിരിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പ്രവാസികൾ തന്നെയാണ്. നമ്മൾ ഗൾഫിൽ പോകണമെന്നില്ല, അല്ലെങ്കിൽ യൂറോപ്പിൽ പോകണമെന്നില്ല നമ്മൾ പ്രവാസികളാവാൻ. ഈ ലോകത്തുള്ള എല്ലാവരും പ്രവാസികൾ. കാരണം ദൈവം നമ്മളെ ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഈ ലോകത്ത് ജീവിക്കാനായിട്ട്. നമ്മൾ തിരിച്ചു പോകണം. നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടൊരു സമയമുണ്ട്. അത് ഒന്നുകിൽ യുഗാന്ത്യത്തിലൂടെ ആവാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മടങ്ങിവരവിലൂടെ ആവാം. അതല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടിട്ടാണെങ്കിലും ശരി, നമ്മളുടെ പ്രവൃത്തിക്കനുസരിച്ച് നമുക്ക് സ്വർഗ്ഗമാണെന്നോ നരകമാണെന്നോ നമുക്ക് ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും. സ്വർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഈ ലോകത്ത് നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിൽ പോകും. എന്നാൽ ചിലർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലൊന്നും പോകണ്ട, ഞങ്ങൾ കുറച്ച് ആളുകൾ നരകത്തിൽ പോവുക എന്ന് ചിലരാളുകൾ ചിന്തിക്കും. എന്നാൽ ചില ആളുകൾ മരിക്കാൻ കിടക്കുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, അയ്യോ ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോയാൽ മതിയേ എന്ന് പറയും. അപ്പം പലർക്കും പല കൺസെപ്റ്റാണ് സ്വർഗ്ഗത്തെപ്പറ്റി നരകത്തെപ്പറ്റി. നമ്മൾ ഈ സ്വർഗം നരകം എന്നതിനെപ്പറ്റി പലർക്കും പല അഭിപ്രായങ്ങളാണ്. എന്നാൽ സ്വർഗം പലതരമുണ്ട്. ദൈവം നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുപോകുന്നത് എവിടെയാണ്? ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റൂ. യഥാർത്ഥമായി നിത്യജീവൻ, അല്ലെങ്കിൽ യഥാർത്ഥമായി ദൈവത്തോടു കൂടി ദൈവരാജ്യത്തിലേക്ക്, വചനപ്രകാരം ദൈവരാജ്യം എന്നാണ് സ്വർഗ്ഗത്തെ വിളിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ദൈവരാജ്യം അല്ലെങ്കിൽ യഥാർത്ഥ നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ പ്രവാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം വിട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് താമസിക്കുന്നവരാണെന്നാണ്. ഇല്ല, ഒരിക്കലുമല്ല. ഈ ലോകത്തിലുള്ള എല്ലാവരും പ്രവാസികൾ തന്നെയാണ്. നമ്മളത് തിരിച്ചറിയണം. ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മൾ വചനപ്രകാരം അല്ലെങ്കിൽ ദൈവിക കാഴ്ചപ്പാടനുസരിച്ച് നമ്മളെല്ലാവരും പ്രവാസികളാണ്. എന്നാൽ ഞാനും ഇന്ത്യ വിട്ടു ഒരു സാധാരണ പ്രവാസിയെ പോലെ അവിടെ ആയിരുന്നു. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാവില്ല. പ്രവാസികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലൊരു സാഡ്നെസ്സാണ്. അവർക്ക് എല്ലാവരും ഉണ്ട്, എന്നാൽ ആരുമില്ല എന്നൊരു ചിന്തയായിരിക്കും. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കളെല്ലാവരും നാട്ടിലായിരിക്കും. അപ്പം നമ്മൾ ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ട്. ആ പ്രവാസ കാലം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ പ്രവാസം എങ്ങനെയായിരിക്കും? അത് ദൈവം നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ പ്രവാസികളല്ല. നമ്മുടെ മനസ്സിൽ ആദ്യമേ തന്നെ ഒരു ചിന്തയുണ്ട്, നമ്മളെല്ലാവരും പ്രവാസികളാണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒറ്റപ്പെടലില്ല. നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഇനി എൻ്റെ ജോലി സ്ഥലത്തെ പറ്റി, അറ്റ്മോസ്ഫിയറിനെ പറ്റി പറയാം. സ്വാഭാവികമായും സൗദികൾ മാത്രമുള്ള ഒരു സൗദി ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഈ ലോകത്തുള്ള എല്ലാ രാജ്യത്തിലെയും എല്ലാ മനുഷ്യരും 1-2 വീതം വെച്ചുകൊണ്ട് ഈ ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടോ അത്രയും രാജ്യത്തെ ആളുകൾ അവിടെ ഉണ്ടാവും ജോലിക്കാരായിട്ട്. പലതരത്തിലുള്ള ആചാരങ്ങൾ, പല രീതിയിലുള്ള ആളുകൾ, പല സ്വഭാവക്കാർ, പല രീതികൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് ഒരുപാട് മിങ്കിൾ ചെയ്യേണ്ടി വരും. അവിടെ നല്ല ഡിസ്ക്രിമിനേഷനും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് കുറച്ച് എന്താ പറയുക, വേറൊരു ലെവലാണ് കൊടുക്കുന്നത്. കാരണം സൗദികൾക്കാണ് മെയിൻ പ്രിഫറൻസ് അവിടെ. അത് കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻസ്, അങ്ങനെ ഓരോരോ കാറ്റഗറീസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ ദൈവത്തെ ഉയർത്തിക്കൊണ്ട്, നമ്മളെ ചെറിയ കൂട്ടമാണെങ്കിലും നമ്മൾ ദൈവത്തെ ഉയർത്തിക്കൊണ്ട്, ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളതല്ല. ചില ആളുകളുണ്ട് അവരുടെ മതം സ്വീകരിച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ പൈസയൊക്കെ ഓഫർ ചെയ്യും അവരുടെ മതത്തിലോട്ട് ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണത്തിന് വേണ്ടി ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അവരുടെ മതത്തിലേക്ക് ചേരുക, അവരുടെ ആനുകൂല്യങ്ങളൊക്കെ നേടുക.
അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒന്നാം പ്രമാണം ലംഘിക്കുന്നതിന് തുല്യമാണ്. അത്യാഗ്രഹം, ദുരാഗ്രഹം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രതാപം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ മറന്ന് ഒരു നിമിഷമെങ്കിലും മറന്ന് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വാധീനം കൊടുത്തോ അല്ലെങ്കിൽ ഒരു സാഹചര്യം കൊടുത്തോ, അവയെല്ലാം ഒന്നാം പ്രമാണത്തിൽ ഒന്നാം കൽപ്പനയുടെ ലംഘനമാണ്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ട്, അന്യദൈവങ്ങൾ നിനക്കൊന്നും വേറൊരു ദൈവത്തിന് പുറകെ പോയി എന്നല്ല. നമ്മുടെ മനസ്സിൽ ദൈവത്തിനല്ലാതെ എന്തെങ്കിലും ഒരു സ്ഥാനം, ഈവൻ നമ്മുടെ ബന്ധുക്കളുടെയോ കുഞ്ഞുങ്ങളുടെയോ, അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അവർക്ക് പോലും സ്ഥാനം ദൈവം കഴിഞ്ഞേ കൊടുക്കാവൂ എന്നാണ് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് അതിശയകരമായിട്ട് ഇത്രയും കാലം കഴിയുവാൻ ദൈവം വളരെയേറെ എന്നെ സഹായിച്ചു. അതിലുപരിയായി എനിക്ക് സാക്ഷ്യമായി നിൽക്കുവാൻ, ഒരുപാട് ആളുകളെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ. അവർ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അവർ തള്ളുകയോ കൊള്ളുകയോ ചെയ്യട്ടെ, ഞാൻ അതൊന്നും നോക്കാറില്ല. ഞാൻ എല്ലാവരോടും സാക്ഷ്യം പറയാറുണ്ട്, എല്ലാവരോടും സുവിശേഷം പറയാറുണ്ടായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്ത സൗദികളോട് വരെ ഞാൻ സുവിശേഷം പറയാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്യും, അറബിയൻസ് അല്ലെങ്കിൽ സൗദിയൻസൊക്കെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരുണ്ടോ, അല്ലെങ്കിൽ മതം മാറിയവരുണ്ടോ, അല്ലെങ്കിൽ സത്യം തിരിച്ചറിയുന്നവരുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ദൈവത്തെ മനസ്സിലാക്കി തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ എനിക്ക് അവർ സ്വീകരിച്ചോ ഇല്ല അതൊന്നുമല്ല ഞാൻ നോക്കുന്നത്. അവരുടെ ഇടയിൽ എനിക്ക് ദൈവവചനം പറയുവാനും ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. എൻ്റെ ചില ഫ്രണ്ട്സ് വന്നിട്ട് എന്നോട് പറയും, ഇതൊന്നും പറയരുത്, തല വെട്ടുന്ന കേസാണ്, കൈ വെട്ടുന്ന കേസാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഉള്ളിൽ ഭയമുണ്ട്. ഒരുപാട് ദൈവമക്കൾ പാസ്റ്റർമാരൊക്കെ ഒരു പേടിയില്ലാതെ ദൈവത്തെ അന്ത്യം വരെയും അവസാന നിമിഷം വരെയും തള്ളിപ്പറയാതെ നിന്ന് മരിച്ചിട്ടുണ്ട്. വെടി കൊണ്ടിട്ടാണെങ്കിലും വെട്ടുകൊണ്ടിട്ടാണെങ്കിലും മരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭയമുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു ജോലിയുണ്ട്, ദൈവനെ ഏൽപ്പിച്ച ജോലിയാണ് എന്നോർത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഞാൻ അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ വിവാഹത്തെപ്പറ്റിയും വിവാഹ ജീവിതത്തെപ്പറ്റിയും ഒക്കെയാണ്. അപ്പം പ്രവാസത്തിലായി ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് ആദ്യ വെക്കേഷന് നാട്ടിൽ വരുവാനും, എൻ്റെ കല്യാണം ഏകദേശം റെഡിയായി. എന്നാൽ പിന്നെ അടുത്ത വെക്കേഷനാവാം കല്യാണം എന്ന് വിചാരിച്ചെങ്കിലും എന്നാൽ ആദ്യമേ തന്നെ എന്നാൽ കല്യാണം വയസ്സൊക്കെ ആയെന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു. എന്നാൽ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഞാൻ കത്തോലിക്ക വിശ്വാസിയാണ്. ഞാൻ പോകുന്നത് ഒരു മർത്തോമ കുടുംബത്തിലേക്കാണ്. അപ്പം എൻ്റെ വീട്ടുകാർ പറഞ്ഞു, എന്തായാലും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നീ പേടിക്കേ വേണ്ട, മർത്തോമക്കാർ നല്ല വിശ്വാസികളായിരിക്കും, അവർക്ക് ദൈവത്തോട് ഏറ്റവും അടുത്ത അനുഭവമുള്ള ആളുകളാണ്, പ്രാർത്ഥന ജീവിതമുള്ള വീട്ടുകാരായിരിക്കും എന്ന് എൻ്റെ ഫാദർ പറഞ്ഞു. എൻ്റെ ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കാണുന്നതാണ്. സുവിശേഷം ആണ് പുള്ളിയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അത് കഴിഞ്ഞുള്ള പുള്ളി എന്ത് കാര്യവും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കണ്ട് വളർന്ന ആളായതുകൊണ്ട് ഞാൻ കത്തോലിക്ക വിശ്വാസിയാണെങ്കിൽ അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താ കത്തോലിക്കക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. കത്തോലിക്ക വിശ്വാസിയാണെങ്കിൽ എൻ്റെ പിതാവിന് ലഭിച്ച ഒരു വരവുണ്ട്, ദൈവിക വരവുണ്ട്, അത് പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വളർന്നത് കൊണ്ട് എനിക്ക് ആ ഒരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ പോകുന്ന വീട് എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ഇവിടെ എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതും എനിക്ക് വളരെയധികം അതിശയം തോന്നി. കാരണം എൻ്റെ ഫാദറിലോ ഹസ്ബൻഡിൻ്റെ പിതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ദൈവിക ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു. എപ്പോഴും സാക്ഷ്യവും എപ്പോഴും പ്രാർത്ഥനകളും പള്ളിയിലെ നല്ല നേതൃത്വവും നല്ല സ്ഥാനങ്ങളൊക്കെ വഹിക്കുകയും അത് ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ദൈവവചനം പ്രഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പിതാവാണ്. അതുപോലെ തന്നെ മാതാവാണെങ്കിലും ശരി പ്രാർത്ഥന ജീവിതമുള്ളവരാണ്. അപ്പം എന്നാൽ ഹസ്ബൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഹസ്ബൻഡും അങ്ങനെ തന്നെ. ഞാൻ വന്ന അന്ന് മുതൽ തന്നെ പുള്ളി എന്നും കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു വീട്, എപ്പോഴും ദൈവിക ചിന്തകളും ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു വീടാണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇങ്ങനൊരു ഭവനം ദൈവം തന്നു. എൻ്റെ ആഗ്രഹപ്രകാരം, അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ ആ ഒരു ആഗ്രഹപ്രകാരം. അതുപോലെ തന്നെ അവരും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നന്നായി സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഞാനിപ്പം സുവിശേഷ വേലയ്ക്കാണെങ്കിൽ ഇറങ്ങിയാലും ശരി, ദൈവവചന പ്രഘോഷണത്തിനാണ്, എന്ത് കാര്യത്തിലാണെങ്കിലും അവർ നല്ല സപ്പോർട്ടാണ്. ദൈവേഷ്ടമാകയാൽ എൻ്റെ ഫാദറെല്ലാം ഇപ്പം ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. എന്നാൽ പുള്ളി എനിക്ക് തന്ന മാതൃക എനിക്ക് വളരെയധികം പ്രയോജനമുള്ളതായിരുന്നു. അത് ഞാൻ എന്നും പറയും. അതെൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രവാസത്തിലായിരിക്കുന്ന സമയത്തും നമ്മുടെ ഏതൊരു പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഇവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എൻ്റെ ഫാമിലിയും ഒപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരാണ്.
ദൈവത്തിൻ്റെ വഴി അത് നേരാമണ്ണം അറിഞ്ഞുകൊണ്ട് അതിന് ഒപ്പം തന്നെ സഞ്ചരിക്കുന്നവരായിരുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. 2 പൊടി കുഞ്ഞുങ്ങളാണ്. അവരെയും ദൈവിക ശിക്ഷണത്തിൽ തന്നെ വളർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ പ്രയത്നിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ ഒരു കരുതൽ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തെ അറിയുന്ന തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ തൻ്റെ ഭക്തന്മാർക്ക് യാതൊന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു മുട്ടും ഉണ്ടാവില്ല. നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തോട് ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ദൈവമേ എനിക്ക് തരണേ, ഇത് തരണേ, ദൈവം ഇനി എന്താ എന്നോട് ഇങ്ങനെ കാണിച്ചേ എന്ന് ചോദിച്ച് നമ്മൾ വിലപിക്കുന്നവരാണ്. നമ്മളങ്ങനെ കരയേണ്ട ആവശ്യമില്ല, നമ്മളങ്ങനെ പ്രാർത്ഥിക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ എന്താണ്, നമ്മുടെ ചിന്ത എന്താണ്, നമുക്കൊരു ഭാരമുണ്ടോ, പ്രയാസമുണ്ടോ, നമ്മുടെ മനസ്സിലെ ഒരു ചെറിയ നിലവുകളെ പോലും, നമ്മുടെ ഒരു മുടി പോലും ദൈവം അറിയാതെ കൊഴുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ചെറിയ നിലവുകൾ പോലും അറിയാൻ കഴിയുന്നൊരു ദൈവത്തിന് മുമ്പ് നമ്മൾ തന്നെ അങ്ങ് സമർപ്പിച്ച് കൊടുത്തേച്ചാൽ മതി. നമ്മൾ അത് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ പാപം ചെയ്യാൻ പോകരുത്. ദൈവകൽപ്പനകൾ 10 കൽപ്പനകളുണ്ട്, അത് ലംഘിക്കാൻ പോകരുത്. ഇത് പോവാതെ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അങ്ങ് ജീവിച്ചാൽ മതി. ദൈവം എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ ശിക്ഷയാണ്. ദൈവത്തിൽ നിന്ന് ഒരു നിമിഷം വ്യതിചലിച്ചതിൻ്റെ ശിക്ഷയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചെറിയ അടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ഒരുപാട് ബാലശിക്ഷകൾ നൽകുന്നത് നമ്മുടെ സ്വന്തം അപ്പനാണ്. അപ്പോൾ സ്വന്തം അപ്പനാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ എവിടെയായിരുന്നു, ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ഏത് പ്രദേശത്താണെങ്കിലും ശരി, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ദൈവം വലിയവ ചെയ്യും, വിടുതൽ ചെയ്യും. നമുക്ക് ഏതൊരു സാഹചര്യത്തിലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയേറെ കാലം 8 വർഷത്തോളം പ്രവാസ ജീവിതത്തിലായിരിക്കുമ്പോൾ ദൈവം എനിക്ക് വളരെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. ഒന്നും ഞാൻ ചോദിച്ച് മേടിച്ചതല്ല, ഞാനൊന്നും ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് മേടിച്ചതല്ല. ദൈവം എനിക്ക് അറിഞ്ഞ് ചെയ്തു തന്നതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രത്തോളം ഡെഡിക്കേറ്റഡാണ്. ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്ത ഒരാളാണ് എൻ്റെ കംപ്ലീറ്റ് ലൈഫ്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് മാത്രം, ദൈവത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തും ആർഗ്യൂ ചെയ്തും ഒരുപാട് ആളുകൾ പല ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും വചനം വെച്ചിട്ട് ഞാൻ എല്ലാവരെയും ആർഗ്യൂ ചെയ്തിട്ടാണെങ്കിലും ഡിബേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഞാൻ അവിടെയെല്ലാം എനിക്ക് ദൈവം നല്ല വിജയം തന്നു, എന്നെ പരിപാലിച്ചു. സൗദിയിൽ ആയിരുന്ന സമയത്താണെങ്കിലും പിന്നെ കേരളത്തിന് പുറത്തും പല സ്ഥലങ്ങളിലും പ്രവാസിയായിരുന്നു. എല്ലായിടത്തും ദൈവം എനിക്ക് വല്ലവനായിരുന്നു. ദൈവം എനിക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ചോദിക്കാതെ തന്നെ, അതാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭക്തൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് സമർപ്പിച്ചുകൊണ്ട്, സർവ്വതും സമർപ്പിച്ചുകൊണ്ട്, താഴ്ന്നുകൊണ്ട് നമ്മളുടെ നിഗളത്വം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അഹംഭാവം അവയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് താഴ്ന്നു വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊപ്പം അതിൽ നിന്ന് ദൈവം നമ്മൾ എന്താണ് കാണുന്നത്, നമ്മളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ആ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് അനുസരിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മൾ എവിടെ ഇരുന്നാലും നമ്മളെ കരുതും, നമ്മെ പുലർത്തും, നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു തരും. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അപ്പം എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.